അടുത്ത ഭരണം ചിലപ്പം കോൺഗ്രസും BJP കൂടി സംയുക്തമായിട്ട് എടുക്കും. ചിലപ്പം വിജയൻ തന്നെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രത്തിൽ ഹൈജാക്കിംഗ് ചെയ്ത് ഓൺ തന്നെ അധികാരത്തിൽ വരും. മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കും. മുണ്ടക്കൈ നടന്ന കൂട്ടക്കൊലപാതകമായിരുന്നു. ജില്ലാ ഭരണകൂടത്തിനോട് ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ട് അവർ ഒഴിപ്പിക്കാണ്ട് അവർ ലാബിഷാക്കി. അവർ കൂട്ടത്തോട് സ്കൂൾ റോഡ് കൂടി ഇങ്ങനെ ഓടുമായിരുന്നു. സ്കൂൾ റോഡ് കൂടി ഇവിടെ എല്ലാവരും മരിച്ചു. ഇവിടുത്തെ ജില്ലാ കളക്ടർ എവിടെ സാറേ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ, വാർഡ് മെമ്പർ അവിടെ. നമസ്കാരം. അപ്പോൾ നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. നമ്മളെ ശ്രീകുമാരേട്ടനെ തേടിയിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് അയാളുടെ കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് നോക്കാം. ചെഗുവര എന്നറിയപ്പെടുന്ന പുത്തുമലയിൽ ഉരുൾപൊട്ടിയപ്പോൾ വീടിൻ്റെ 2 ഭാഗത്ത് കൂടെ ഉരുൾപൊട്ടി പോവുകയും അതിൽ അവശേഷിക്കുകയും ചെയ്ത ശ്രീകുമാരേട്ടൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. എന്തായാലും ശ്രീകുമാരേട്ടനെ തേടി കണ്ടുപിടിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ വോട്ട് ചെയ്തത് 10-15 വർഷമായി. ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമില്ല. കാരണം ജനങ്ങൾ തിരിച്ചൂല, തിരിച്ചറിയൂല. നിങ്ങൾ ഇനിയും വോട്ട് ചെയ്യും ഇല്ലേ? നിങ്ങൾ ഇനിയും വോട്ട് ചെയ്യൂലേ? അല്ല, വോട്ട് ചെയ്യും. വോട്ട് ഒരു പൗരന്റെ അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത്. നല്ല ജനപ്രതിനിധി ആണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാം. ജനപ്രതിനിധി എന്താ അറിയോ സാറേ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നത്. ഇപ്പൊ വിജയനും ഇവരൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനല്ല പറഞ്ഞത്. അത് സേവനം പറഞ്ഞിരിക്കുന്നപ്പോ 72,000 ചെലവാണ് 75,000 പറഞ്ഞിട്ടുള്ളത്. അവൻ അത് മതിയോ? ഒരു 70 ലക്ഷം പറയണ്ടേ? അതാണ് വേണ്ടത്. ഓന് ഒരു ശവത്തിന് 70 ലക്ഷം വിജയം പറയണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനിയും വിജയൻ തന്നെ അധികാരത്തിൽ വരണമെന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇനിയും വിജയനെ തന്നെ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കാരണം എന്താ അങ്ങനെ പറയാ? അങ്ങനെ പറയാനൊരു നിങ്ങൾ മാറൂല, നിങ്ങൾക്ക് മാറ്റമില്ല. ഇനി മാറ്റമില്ല, മാറൂല. നിങ്ങൾ അടുത്ത ഭരണം ചിലപ്പം കോൺഗ്രസും BJP കൂടി സംയുക്തമായിട്ട് എടുക്കും. അങ്ങനെ വരുന്ന BJPക്ക് ഒറ്റയ്ക്കും കിട്ടൂല, കോൺഗ്രസിന് ഒറ്റയ്ക്കും കിട്ടൂല. BJPയും കോൺഗ്രസും കൂടി സംയുക്ത കക്ഷിയായിട്ട് ഭരിക്കും. ചിലപ്പം വിജയൻ തന്നെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രത്തിൽ ഹൈജാക്കിംഗ് ചെയ്ത് ഓൺ തന്നെ അധികാരത്തിൽ വരും. മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കും. നിങ്ങൾ എന്തും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എന്തും പ്രതീക്ഷിക്കാം. എന്തായിരുന്നു ശ്രീകുമാരേട്ടന്റെ ഒരു പ്രവചനം? അതെന്താ എന്റെ പ്രവചനം? BJP കോൺഗ്രസും കൂടി അധികാരത്തിൽ വരും, അല്ലെങ്കിൽ വിജയൻ തന്നെ മാത്രം വരും. ഇതിലാണ് ഒന്ന് വരും. അതാണ് സ്വർണ്ണം ഉണ്ടല്ലോ, ഡയോർനൈറ്റ് അതുണ്ട്, പകലും രാത്രി ഉണ്ടാകെ. ഒന്നുകിൽ വിജയൻ മാത്രം വരും, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസും BJP കൂടി ജോയിന്റ് ആയിട്ട് വരും. ഓക്കെ. അപ്പോ പിന്നെ ഇവരെല്ലാരും ഒരൊറ്റ പെറ്റമ്മ മക്കളാ. ഇവരെല്ലാരും കുറുനരികളാ. അതെ, ഇവരെല്ലാരും നിങ്ങളെ കൊന്നു തിന്നുള്ളൂ. പുറത്ത് കാണുമ്പോ ഇവരെല്ലാരും ഭയങ്കര എന്താ പറയാ, ആട്ടിൻതോട്ടിൽ ചെന്നായിയാണ്. അതെ, പുറത്ത് കാണുമ്പോ ഇവരെല്ലാരും നിങ്ങളെ കൊന്നു തിന്നുള്ളൂ. ഭയങ്കര പോരാട്ടാണ് പുറത്ത്, പക്ഷെ ഉള്ളില് ഇവരെല്ലാവരും ഒന്നാണ്. മുണ്ടക്കൈ നടന്ന കൂട്ടക്കൊലപാതകമായിരുന്നു. ജില്ലാ ഭരണകൂടത്തിനോട് ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ട് അവർ ഒഴിപ്പിക്കാണ്ട് അവർ ലാബിഷാക്കി. അവർക്ക് എന്ത് പോയി സാർ? ഇവര് മരിച്ചാലല്ലേ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും. നിങ്ങളെ കൊന്നാലേ എനിക്ക് നിങ്ങളുടെ ഷർട്ട് എടുക്കാം, മുണ്ടെടുക്കാം, ഇതെടുക്കാം. പക്ഷെ ഇതിങ്ങനെ ആയി പോകുന്ന നമ്മുടെ കോളനി രാജ്യം, അതായത് ബ്രിട്ടീഷ് കോളനി ആയിട്ട് നമ്മൾ ഭരിക്കുകയാണ് 3000 വർഷമായിട്ട്. ഈ വിപ്ലവത്തിന്റെ കടൽ എങ്ങനെ മാറുന്ന ചിന്തിക്കുന്നത്? എങ്ങനെ തീരും? അതായത് ഇപ്പോൾ 40-50 ഇപ്പോഴും ബോഡി വന്നുകൊണ്ടിരിക്കുക താഴെ. അവർ കൂട്ടത്തോട് സ്കൂൾ റോഡ് കൂടി ഇങ്ങനെ ഓടുമായിരുന്നു. സ്കൂൾ റോഡ് കൂടി ഇവിടെ എല്ലാവരും മരിച്ചു. ഇവിടുത്തെ ജില്ലാ കളക്ടർ എവിടെ സാറേ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ, വാർഡ് മെമ്പർ അവിടെ. ഈ വാർഡ് മെമ്പർ, ഇവിടുത്തെ വാർഡ് മെമ്പർ, അവന്റെ വീട് ഇവിടെയായിരുന്നു. അവൻ അന്ന് ഇവിടുന്ന് ഒഴിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവൻ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന് അവരെ രക്ഷിച്ചോ? ഇല്ലല്ലോ, ഒരിക്കലും. ഇനി രക്ഷിക്കോ? ഇനി നിങ്ങളെ രക്ഷിക്കോ? നിങ്ങളെ മാനസികമായിട്ട് ഭയപ്പെടുത്തിയും പിഴ ചുമത്തിയും പിന്നെ വിവരമില്ലാതാക്കിയും വിഭജിച്ചും തല്ലിച്ചും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഭരണം നടത്തും. അതായത് ഏകാധിപത്യ അടിമത്ത ഭരണത്തിലേക്ക് വീണ്ടും നമ്മൾ വിവരം ഇല്ലാണ്ടാക്കിയിട്ട് അടിമത്തത്തിലേക്ക് വോട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ജനാധിപത്യം എന്താണെന്ന് അറിയില്ല. അത് വരും തലമുറ പണം കൊടുത്ത് വോട്ട് വരും തലമുറ ബ്ലാങ്കനായി, ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു. ഫുള്ള് മൊബൈൽ യുഗമായി പോയി, ബ്രെയിൻ ഇലക്ട്രോണിക്സിലായി പോയി, വാഷായി പോയി. അതെ, നിങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടൂല. അപ്പൊ പിന്നെ ഞാൻ സംസാരം നിർത്തി നടക്കുള്ളൂ. അല്ല, ഇപ്പൊ ഇതിൽ പറയുന്നത് പോലെ കൊടുത്ത കണക്കുകൾ വെറും എസ്റ്റിമേറ്റുകൾ. ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? നമ്മൾ 3 കോടി മലയാളികൾ ഒന്നിക്കി. അതെ, അല്ലെ നിങ്ങൾ പോയിട്ട് അവന് കീഴടങ്ങ്. 2 ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. കാറൽ മാക്സ് പറഞ്ഞ പോലെ, കാറൽ മാക്സിന്റെ മോളെ മരിച്ചപ്പം പിന്നെ ശവപ്പെട്ടി വാങ്ങാൻ പൈസ ഇല്ലായിട്ട്
പിന്നെ കോട്ടി വിറ്റിട്ടാണ് ശവപ്പെട്ടി വാങ്ങിയത്. അപ്പോൾ വിജയനും ഇവർക്കൊക്കെ കാറൽ മാക്സ് എന്ന് വെച്ചാൽ അത് എന്ത് മാത്തമാറ്റിക്സ് നോക്കൂ. അത് മതി. നിങ്ങൾ ഫ്രീ ആകുക. നിങ്ങൾക്ക് പട്ടിണി നടക്കാൻ ഇപ്പോൾ 1000 രൂപ ഉണ്ട് അവിടെ, എനിക്ക് 20 രൂപ ദിവസം ജീവിക്കും അവിടെ. അതാണ് നമ്മൾ തമ്മിലുള്ള മാറ്റം. ഒരു 20 രൂപ ഉണ്ട്. ഒരു 20 രൂപ ഉണ്ട്. ഞാനിപ്പോൾ ഈ തോർത്ത് കൊടുത്തതെന്നറിയോ, അന്തരീക്ഷ താപനം കൂടിയിട്ടുണ്ട് ഇവിടെ, ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നത്, നിങ്ങൾ ഇതിലും വലിയ ടെമ്പറേച്ചറിൽ അവിടെ ഇരിക്കുന്നത്. ഇനി ഈ വേനൽക്കാലത്ത് നിങ്ങൾ വെന്തുരുകുന്ന കാഴ്ച കാണാൻ പറ്റും. വെന്തുരുകും നിങ്ങളവിടെ. ഓരോരോ രാജ്യത്തിനും ഓരോരോ സമൂഹത്തിനും ഓരോ മതം ഒരു ദൈവമുണ്ട്. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് പരാതനാളുണ്ട്. സൂര്യനെ ആരാധിച്ചിട്ടുണ്ട്, ഭൂമിനെ ആരാധിച്ചിട്ടുണ്ട്, വെള്ളത്തിനെ ആരാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മതം. അപ്പം പിന്നെ ഹിന്ദു സംസ്കാരത്തിന് ഒരു ഹൈന്ദവ സംസ്കാരം ഉണ്ടായിരുന്നു. അതിന് പ്രകൃതിനെ ആരാധിച്ചിരുന്നു അവർ. സിന്ധു നദീതടത്തിൻ്റെ ഓരത്ത് പിന്നെ പ്രാകൃത മനുഷ്യൻ ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പം സിന്ധു നദീതടത്ത് മാടം കെട്ടി താമസിച്ചവനാണ് ഹിന്ദു. അവന് ഹിന്ദു ആകാം, മുസൽമാനാകാം, ക്രിസ്ത്യാനി ആകാം, മുട്ട മുറിക്കുക എല്ലാം ചെയ്യാം. അവനാരും ചോദ്യം ചെയ്യല്ല. അങ്ങനത്തെ ഒരു സംസ്കാരമാണ് ഇന്ത്യയുടേത്. അതെ, ഇന്ത്യ സമ്പന്ന രാജ്യമാണ്. അന്ന് മുതൽ ഇന്നും സമ്പന്നമാണ്. പിന്നെ പ്രകൃതി വിഭവം എല്ലാം ഉണ്ട്. അപ്പം അതെ ഉണ്ട്. അപ്പം അതിനെ ചൂഷണം ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾ വന്നിട്ട് അതിന് നമ്മൾ നിന്ന് കൊടുക്കും. നമ്മൾ സംസ്കാരം എന്നാൽ അമ്പലം പള്ളിയും തകരരുതായിരുന്നു. അത്രേ ഉള്ളൂ. അമ്പലം പള്ളി ഇത് ഞാൻ പറഞ്ഞേക്കോ, ഈ പ്രപഞ്ചത്തിലെ വൻ ശക്തിയുടെ അപരനാമമാണ് പിന്നെ ഈശ്വരൻ. അതാണ് പവർ ഓഫ് ഗോഡസ്. അതായത് ആ പവർ നമ്മൾ ആരാധിക്കുന്നു. ഭൂമി 38 കിലോമീറ്റർ പെർ സെക്കൻഡ് യാത്ര ചെയ്യുന്നു. അപ്പോൾ 2 സെക്കൻഡ് മതി കോഴിക്കോട് എത്താൻ. ഈ പാലം ഏകദേശം ഇത്ര ഉയരത്തിലായിരുന്നു. ആ ടാറിൻ റോഡ് അങ്ങനെ വന്നിട്ട് അത്ര ഉയരത്തിലായിരുന്നു ഈ പാലം. ഈ പാലം 40 അടി അല്ല 20 അടി ഉയരത്തിലായിരുന്നു ഈ പാലം. ഇത് 6 മിനിറ്റ് കൊണ്ടാണ് ഫിനിഷ് ആയത്. എന്തായാലും ശ്രീകുമാരേട്ടന് ബില്ലും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ളത് കൊണ്ട് നമ്മളിപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വരും ശ്രീകുമാരേട്ടന്റെ അടുത്തേക്ക് എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഈ ഒരാഴ്ച ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ എത്തും. ശ്രീകുമാരേട്ടനെ കാണും, കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയും, കൂടുതൽ കാര്യങ്ങൾ ശ്രീകുമാരേട്ടന് ജനങ്ങളോട്, വരും തലമുറയോട് ഒരുപാട് കാര്യങ്ങൾ ശ്രീകുമാരേട്ടന് പറയാനുണ്ട്. അതൊക്കെ നമ്മൾ പുറത്ത് വിടും. അത്രയാണ് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഇപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ ശ്രീകുമാരേട്ടനോടൊപ്പം വീണ്ടും നമുക്ക് കാണാം എന്ന് മാത്രമാണ് പറയാനുള്ളത്.